Hi viewers, welcome back to our channel Sonia's Kitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ആ റെസിപ്പി നമ്മൾ വീട്ടിൽ നിന്നല്ല ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെമ്പല്ലിക്കറിയുടെ ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആ ഒരു പ്ലേസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം അവിടത്തേക്ക് തന്നെയാണ് ഇന്നത്തെയും നമ്മുടെ യാത്ര. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ നല്ല പാർക്കൊക്കെ ഉണ്ട്. അപ്പം പിള്ളേർക്കാണെങ്കിലും കളിക്കാനൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട്. അവർക്കും ബോറടിക്കത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ നടക്കുകയും ചെയ്യും. അപ്പം അതാണ് ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നും അങ്ങോട്ടേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ ആദ്യം ഫിഷ് മാർക്കറ്റിലേക്ക് പോവുകയാണ്. നല്ല ഫിഷ് മേടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി അതിനെ റെഡിയാക്കി അതിനുള്ള മസാലയൊക്കെ പരട്ടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം നമുക്കിപ്പോൾ ആദ്യം ഫിഷ് മാർക്കറ്റിലേക്ക് പോവാം. അപ്പം അതിന് മുൻപ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഓരോ ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയും അതുപോലെ തന്നെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഫിഷൊക്കെ കടയിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി എളുപ്പമാണ്. വീട്ടിൽ വന്ന് ജസ്റ്റ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകി എടുത്താൽ മതി. അപ്പം ഇവിടെ ഫിഷൊക്കെ കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് മസാല പരട്ടി കൊടുക്കാം. അപ്പം 4 വെള്ളക്കോരയാണുള്ളത്. അപ്പം ഈ 4 എണ്ണത്തിന് ആവശ്യമായിട്ടുള്ള മസാല 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ കുരുമുളക് പൊടി, 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 സ്പൂണോളം ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലക്കൂട്ട് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതൊരു അരമണിക്കൂർ അങ്ങനെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിച്ചു കിട്ടിക്കോളും. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഐ പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് അതിന്റെ ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. വെള്ളക്കോര ഫിഷാണ് ഗ്രില്ല് ചെയ്യാനായിട്ട് മേടിച്ചിരിക്കുന്നത്. വെള്ളക്കോരയ്ക്ക് അറിയാം നല്ല ടേസ്റ്റ് ആണ്. നമ്മളത് ഗ്രില്ല് ചെയ്ത് കറി വെച്ച് കഴിഞ്ഞാലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അതിന്. അപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ചാർക്കോളൊക്കെ ഇവിടെ കത്തിച്ച് തുടങ്ങുകയാണ്. ചാർക്കോളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന മീന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫിഷ് ഗ്രില്ലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ മസാലയൊക്കെ എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കൂടെ ഉള്ളവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പം ഞങ്ങളിത് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാം ഉപ്പും ഇത് മുളകും ഒക്കെ കറക്റ്റ് ആണോ? എല്ലാം കറക്റ്റാ. അടിപൊളി. എങ്ങനെയുണ്ട് നമ്മുടെ ഫിഷ് ഗ്രില്ല്? സൂപ്പർ ടേസ്റ്റ്. മസാല കറക്റ്റ് ആയിരുന്നു അല്ലേ? എല്ലാം കറക്റ്റ് ആണ്. അടിപൊളി ടേസ്റ്റ് ആണ്.
അപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. കുറേ നേരം പിള്ളേർ പാർക്കിൽ കൂടെയൊക്കെ കളിച്ചു. അപ്പോൾ ഒരു ഈവനിങ് ടൈമായി, എല്ലാവരും ടയേർഡായി തിരിച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ ഷെഡിലേക്ക് തന്നെ. അപ്പോൾ ഇതാ ചേച്ചി ഇവിടെ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഒക്കെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ടീയും സ്നാക്സും അതെല്ലാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അത് ആന്റീന്റെ വകയാണ് അതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ സ്ലൈഡിലൊക്കെ എൻജോയ് ചെയ്തായിരുന്നു, അവിടെ ഊഞ്ഞാലയിലൊക്കെ കളിച്ച്. അപ്പൊ ഇവിടെ സൺസെറ്റും വരാറായി. എപ്പോഴും എൻ്റെ വകയാണല്ലോ ഓരോന്ന് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സ്നാക്സ് റീന ചേച്ചിയുടെ വകയാണ്. നല്ല ഉള്ളിവടയാണ് ചേച്ചി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ചേച്ചി എങ്ങനെയാണ് ഉള്ളിവട ഉണ്ടാക്കുന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ ഈ ഉള്ളിവടയ്ക്കായിട്ട് സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലേക്ക് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇടുന്നത് മല്ലിയിലയാണ്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. തിരുമ്മിയതിന് ശേഷമാണ് ഈ പൗഡറുകൾ ഇട്ട് കൊടുക്കുന്നത്. കടലമാവും അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കടലമാവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്നുള്ള അളവിലാണ് അരിപ്പൊടി ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയാണ്, കുറച്ച് കായം, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി എടുക്കണം. കാരണം വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമുക്ക് ആ ഒരു ഉള്ളിയുടെ നനവ് കൊണ്ട് തന്നെ ഈ പൊടിയെല്ലാം കൂടി നനഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. ഒട്ടും വേറെ ഇതിലേക്ക് 1 ഡ്രോപ്പ് പോലും വേറെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് തന്നെ തിരുമ്മി എടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഉള്ളിവടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് ഈ ഉള്ളിവടയുടെ ടേസ്റ്റ് എന്നുള്ളത്. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ മറ്റേ മൈദയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇതിന്. നല്ല എനിക്കൊന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം കൊണ്ടാണോ എന്നറിയില്ല, തമിഴ്നാട്ടുകാരുടെ ആ ഒരു സ്റ്റൈലാണോ എന്നറിയില്ല. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ആദ്യം കുറച്ചായിരുന്നു നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മാവ് ബാറ്റർ കലക്കുന്നതാണ് വീഡിയോ എടുത്തിരുന്നത്. പക്ഷെ അത്രയും ബാറ്റർ കൊണ്ട് നമുക്കൊന്നും ആയില്ല. കാരണം പിള്ളേർക്ക് തന്നെ അവർക്ക് അതങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് വീണ്ടും അത്രയും തന്നെ അളവിൽ ഞങ്ങൾ വീണ്ടും എടുത്തുണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. മല്ലിയില, പെരിഞ്ജീരകം, അതുപോലെ തന്നെ കായം, ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റ്. ആ ഉള്ളിയാണ് ഇതിൽ മെയിൻ ആയിട്ട് നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉള്ളിയാണ്. അപ്പം നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഉള്ളിവടയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം ഞങ്ങൾ ഈവനിങ് സ്നാക്സും അതുപോലെ തന്നെ ഈവനിങ് ടീ ഒക്കെ കുടിച്ചു കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ചും കുട്ടികൾ മാക്സിമം അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതെനിക്ക് കമന്റും കൂടെ അറിയിക്കാൻ മറക്കില്ല. എന്നിട്ട് ലൈക്കും ഷെയറും. ഇനി അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.